കണ്ട പച്ച ചീരച്ചേമ്പ്. അപ്പൊ ഞാനിപ്പോ നട്ടേക്കാന്ന് വെച്ചാല് ഒരു HDP ചട്ടിയിലാണ് നട്ട് വെച്ചേക്കണത്. അപ്പൊ നമുക്ക് ചീരച്ചേമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കിഴങ്ങ് ഉണ്ടാകൂല. ഇതിന്റെ ഇലയും തണ്ടൊക്കെയാണ് ഉപയോഗിക്കാനായിട്ട് എടുക്കണത്. ചൊറിച്ചിലുണ്ടാവില്ല, ഭയങ്കര ടേസ്റ്റിയാണ്, ഭയങ്കര ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉള്ളതാണ് ഈ ചീരച്ചേമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും നമുക്ക് ഒരു ഇലക്കറിയൊക്കെ നമുക്ക് ഉപയോഗിക്കണമല്ലോ. അപ്പൊ നമുക്ക് ഈ ചീരച്ചേമ്പൊക്കെ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ലീഫ് മതി. നമുക്ക് തോരനായിട്ട് ഉപയോഗിക്കാം, കറി വെച്ച് ഉപയോഗിക്കാം. എല്ലാത്തിനും ഭയങ്കര ടേസ്റ്റാണ്, ഒരിളം മധുരമൊക്കെയാണ്. അപ്പൊ അധികം ആൾക്കാർക്കൊന്നും അറിയില്ല ഈ ചീരച്ചേമ്പിനെ പറ്റി. കാരണം ഇതൊരു വിദേശ ഇനമാണ് ഈ ചീരച്ചേമ്പ്. വിദേശത്തു നിന്ന് വന്നേക്കണ ഒരു ഇനമാണ് ഈ ചീരച്ചേമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ നമ്മൾ കാണുമ്പോ സാധാരണ നമ്മുടെ ചീരച്ചേമ്പ് എന്ന് പറയുന്ന സാധാരണ ചേമ്പൊക്കെ പോലെ തന്നെ ഇലകളൊക്കെ തോന്നും. പക്ഷേ ഇത് ഇതേപോലെയാണ് ഇരിക്കണത്. ഇലകളുടെ അടിഭാഗമൊക്കെ കണ്ടില്ല പോലെ ഇരിക്കാൻ. നമുക്ക് ചെടിച്ചട്ടിയിൽ ഇതേപോലെ ചെടിച്ചട്ടിയിൽ വളർത്താം, ഗ്രോ ബാഗിൽ വളർത്താം, താഴെ വളർത്താം. അപ്പം ഇതേപോലെ കണ്ട തൈകൾ വന്നണ്ട, ഇതേപോലെ തൈകൾ വരും. അപ്പം ഈ തൈകൾ നമുക്ക് മാറ്റി നട്ടിട്ട് പുതിയ തൈകൾ ഉണ്ടാക്കാം. അപ്പം നമുക്കൊരു 10 കട ചീരച്ചേമ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡെയിലി നമുക്ക് തോരനായിട്ട് ഉപയോഗിക്കാം. അപ്പം നമുക്ക് ചെടിച്ചട്ടിയിൽ ഇപ്പോൾ കണ്ട ചെടിച്ചട്ടിയിൽ ഇതേപോലെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെക്കാനൊക്കെ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ. നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു ചെടിയായിട്ട് വളർത്താം. അതേപോലെ തന്നെ നമുക്കിത് കറിക്കൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം. ഇത്രയും ഗുണമുള്ള ഇലക്കറി ഇലക്കറികൾ നമുക്കറിയാമല്ലോ, എല്ലാ ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് ഇലക്കറികൾ എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ വേറെ ഇപ്പോൾ പൊന്നാങ്കണ്ണി ചീര, ചീരച്ചേമ്പ്, അതേപോലെ വള്ളിച്ചീരയൊക്കെ നമുക്ക് നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാറി മാറി നമുക്ക് ഓരോ ദിവസവും നമുക്ക് ഇലക്കറിയായിട്ട് ഉപയോഗിക്കാം. നമുക്ക് കറി വെക്കാനൊക്കെ ആയിട്ട് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൃഷി രീതി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇതേപോലെ തൈകൾ വരും. ഈ തൈകൾ മാറ്റി നട്ടിട്ടാണ് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാവണത്. അപ്പോൾ അടിവളമായിട്ട് കണ്ട ഇപ്പോൾ ഇവിടെ ചാണകപ്പൊടിയൊക്കെ മാത്രം ഇട്ടെടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ നനച്ചു കൊടുക്കണം, എല്ലാ ദിവസവും നനച്ചു കൊടുക്കണം. പിന്നെ വെള്ളക്കെട്ടുള്ള സ്ഥലത്തൊന്നും നമ്മൾ നടരുത് ചീരച്ചേമ്പൊന്നും. മഴക്കാലത്ത് വെള്ളക്കെട്ടില്ലാത്ത സ്ഥലത്ത് വേണം നടാനായിട്ട്. നമുക്ക് ഗ്രോ ബാഗിലും ചട്ടിയിലൊക്കെ നടുകയാണെങ്കിൽ ഇഷ്ടംപോലെ തൈകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പം നമുക്കത് മാറ്റി നട്ടിട്ട് ഇഷ്ടംപോലെ തൈകൾ ഇങ്ങനെ പിടിപ്പിച്ചുകൊണ്ടിരിക്കാമല്ലോ. അപ്പോൾ നമുക്ക് വലിയ പരിചരണം, വലിയ കീടങ്ങളുടെ ആക്രമണങ്ങളൊന്നുമില്ല. കണ്ട ഇലകളൊക്കെ കണ്ടില്ല നിങ്ങൾ, ഫ്രഷ് ആയിട്ടാണ് ഇലകളൊക്കെ ഇരിക്കണത്. അപ്പം നമ്മൾ ഇതിൽ നിന്ന് ഇങ്ങനെ കറിക്കായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കണതാണ്. അടിയിലത്തെ ഇലകൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ പുതിയ പുതിയ ഇലകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് ഒരു കീടങ്ങളുടെ ആക്രമണങ്ങളും ഇല്ല. നമ്മൊന്നും സ്പ്രേ ചെയ്തൊന്നും കൊടുക്കണ്ടോ, നമ്മൾ ഇലക്കറിയായിട്ട് ഉപയോഗിക്കണതാണല്ലോ. അതുകൊണ്ട് ഇതുപോലെ വേപ്പെണ്ണ, സൂഡോമോണസ്, ഒബിവേറി ഒന്നും തന്നെ നമ്മൾ സ്പ്രേ ചെയ്യരുത്. നമുക്ക് വെറുതെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. എന്ന് വെച്ചാൽ കീടങ്ങളുടെ ശല്യങ്ങളിലുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഒന്നും സ്പ്രേ ചെയ്യേണ്ട. കാരണം നമ്മൾ ഇലക്കറിയായിട്ട് ഉപയോഗിക്കണം. ജൈവമാണെങ്കിൽ കൂടിയും നമ്മൾ ഇലക്കറികൾക്കൊന്നും അതൊന്നും ഉപയോഗിക്കേണ്ട. നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കുക, നന്നായിട്ട് അടിവളവും ഇപ്പോൾ ജൈവവളങ്ങൾ ചാണകപ്പൊടി കൊടുക്കുക, മണ്ണിര കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുക, ആട്ടും കാഷ്ടം ഇട്ട് കൊടുക്കുക, കോഴിവളം ഇട്ട് കൊടുക്കുക. അല്ലാണ്ട് വേറെ വളങ്ങളൊന്നും ഇട്ട് കൊടുക്കണം. അതൊക്കെ നമുക്ക് കിട്ടുമെങ്കിൽ മാറി മാറി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ വീട്ടിൽ അടുക്കള വേസ്റ്റ്, കഞ്ഞിവെള്ളം അതേപോലെയുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് പരിചരണങ്ങളൊന്നും വേണ്ട. അപ്പോൾ എല്ലാവരും ചീരച്ചേമ്പിൻ്റെ തൈയൊക്കെ കിട്ടുകയാണെങ്കിൽ മേടിച്ച് നമുക്ക് ഒരു 2 ബാഗിലെങ്കിലും ചീരച്ചേമ്പ് നടാം. സ്ഥലമുള്ളവർക്ക് താഴെ പറമ്പിലൊക്കെ നടാം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.